മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ കരുണാലയത്തിലെത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപനെ കാണുന്നതും പ്രതാപനാണെങ്കിൽ കരുണയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ കണ്ണനെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യം കണ്ണനോട് നീ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ആകെ മിണ്ടാതെ തന്നെ നിൽക്കുന്നതുകൊണ്ട് പ്രതാപനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളോടല്ല എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എനിക്ക് കണ്ണനെ കാണണമെന്ന്, എന്നിട്ട് എന്തേ നിങ്ങളൊന്നും എന്നെ കാണിച്ചു തരില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് വട്ടാണ്, നിന്നെക്കൊണ്ട് ശല്യം പൊറുതിയായിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് നിങ്ങളുടെ കെട്ടിയോനിക്കാണ് വട്ടെന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിൻ്റെ അച്ഛൻ തന്നെയാടാ എന്ന് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ആരും അറിയാതെ കണ്ണനെ വിളിക്കുകയാണ് പ്രതാപൻ. പക്ഷേ കണ്ണനെ വിളിക്കുന്നതും കണ്ണനോട് പറയുന്നുണ്ട്, മോനെ കണ്ണ, ഞാനാടാ പ്രതാപനാണെന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് പറയുന്ന സമയത്ത് കണ്ണൻ്റെ ഫോണാണെങ്കിൽ വിളിക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശിയും കരുണയും ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മനസ്സിലാകുന്നു. പിന്നീട് മഹിയുടെ അടുത്ത് ചെന്ന് പ്രതാപൻ വിളിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മഹിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം പ്രതാപൻ വിളിച്ച് സത്യങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ണേട്ടൻ ഇതെല്ലാം അറിയുമല്ലോ എന്നോർത്ത് മഹിക്കാണെങ്കിൽ ആകെ നെഞ്ചിടിപ്പുണ്ടാകുകയാണ്. അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ട്, എൻ്റെ അച്ഛൻ്റെ ആത്മാവാണ് അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നതെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്നോട് അച്ഛന് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യമായിരിക്കും അച്ഛൻ അയാളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അയാൾ എന്നെ കാണണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും എന്നെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നതെന്ന് കണ്ണനൊരു സംശയം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ പിന്നെ അയാളുടെ ആക്ടിങ് വല്ലതും ആയിരിക്കുമെന്നെല്ലാം കണ്ണൻ മഹിയോടായിട്ട് പറയുന്നത് കേട്ട് മഹിക്കാണെങ്കിൽ ആകെ ഒരു ഭയം വരുന്നുണ്ട്. പിന്നീട് മഹിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരുണാലയത്തിലെത്തുന്നുണ്ട്. അങ്ങനെ മോഹിനിയുടെ അടുത്ത് ചെന്നിട്ട് മഹി പറയുന്നുണ്ട്, അമ്മ എന്താണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ അറിയിക്കാനായിട്ട് ഇയാൾ ഒരുങ്ങിയിരിക്കുകയാണല്ലോ, ഇനി എന്ത് ചെയ്യും അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഭയപ്പെടുന്ന മഹിയോടായിട്ട് മോഹിനി പറയുന്നുണ്ട്, മോൾ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ കാര്യമെല്ലാം അയാളാൽ കണ്ണനെ വിളിച്ചറിയിക്കുക തന്നെ ചെയ്യുമെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനെ കാണാനായിട്ട് മഹിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നു. മഹിയെ കാണുന്നതും പ്രതാപന് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മഹിയോടായിട്ട് പറയുന്നുണ്ട്, ആ ലക്ഷ്മി മോൾ വന്നോ, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു മോളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ മഹിയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മഹിക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നു. കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവായതുകൊണ്ടാണ് തന്നോട് ഇത്ര ഇഷ്ടത്തോടു കൂടി ഇയാൾ പെരുമാറുന്നതെന്ന് മഹിക്ക് മനസ്സിലാകുന്നു. ഇതെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശി. മഹിയോട് ഇത്ര സ്നേഹം പ്രതാപം കാണിക്കുന്നത് കണ്ട് വളരെയേറെ ദേഷ്യം തോന്നുകയാണ് നമ്മുടെ കരുണയ്ക്ക്. കരുണയാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നീട് മഹി ആ റൂമിൽ നിന്നും പോയതിന് ശേഷം കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ കരുണയെ കാണുന്നതും വല്ലാത്ത രീതിയിലൊരു ചിരിക്കുകയും പേടിപ്പെടുത്തുന്ന രീതിയിലൊരു നോട്ടവും എല്ലാം നോക്കുന്നുണ്ട്. ഇത് കാണുന്ന കരുണയ്ക്കാണെങ്കിൽ ആകെ ഭയമാവുന്നു. കരുണയാണെങ്കിൽ വിശ്വനാഥനെ തന്നെയാണ് നമ്മുടെ പ്രതാപനിൽ കാണുന്നത്. അങ്ങനെ പേടിച്ച് ഭയന്നുകൊണ്ട് തന്നെ കരുണ റൂമിൽ നിന്നും പുറത്തോട്ട് വരികയാണ്. അങ്ങനെ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല മുത്തശ്ശി, ഇത് കൈവിട്ട് പോയ കേസാണെന്ന് തോന്നുന്നത്, എനിക്കാണെങ്കിൽ ഭയമാവുന്നു, ഇനി അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ ഞാനില്ല, എന്നെ എന്തെങ്കിലും ചെയ്ത് അച്ഛൻ കൊന്നു കളയുമെന്നെല്ലാം മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നുണ്ട്. പിന്നീട് മഹിയാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, ഇയാളാണെങ്കിൽ കണ്ണേട്ടനെ വിളിക്കാനായിട്ട് പല പ്രാവശ്യം ഒരുങ്ങിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ണേട്ടനെ വിളിക്കാനായിട്ട് കിട്ടുകയാണെങ്കിൽ കണ്ണേട്ടനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയും. പിന്നീട് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ, അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇയാളെ ശ്രദ്ധിക്കണമെന്നെല്ലാം മുത്തശ്ശിയോടും കരുണയോടുമായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാണോ ഇവനെ എങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത്, ഇവനെ വിട്ട് നിനക്ക് പോയിക്കൂടെ വിശ്വനാഥ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ കരയാണ്. മോളെ, നിൻ്റെ ജീവിതം നിൻ്റെ അച്ഛൻ തന്നെ നശിപ്പിക്കും, അതിനു വേണ്ടിയാണ് അവൻ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കരയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.